നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിൽ നിധി ഇന്റർവ്യൂവിന് പോകുന്നുണ്ട്. ഭയങ്കര സന്തോഷത്തിലായിരുന്നു. സുഭാഷ് ആണെങ്കിലും സുധീഷ് ആണെങ്കിലും. അങ്ങനെ സുഭാഷ് ഇന്റർവ്യൂവിന് കൊണ്ട് വിട്ടിട്ട് തിരികെ വീട്ടിലേക്ക് പോരുവാണ്. സുധീഷ് അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് നിധിയെ കാത്ത്. നിധി നിൽക്കേണ്ടെന്നൊക്കെ പറഞ്ഞു പോയിക്കോളാൻ പറഞ്ഞു. പക്ഷെ സുധീഷിന് അവിടുന്ന് പോരാൻ പറ്റുമോ? സുധീഷിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് സുനന്ദ എന്ത് ചെയ്തു? സുഭാഷിനെ കണ്ട് യാത്ര പറയാൻ തന്നെ തീരുമാനിക്കുകയാണ്. സുനന്ദ അങ്ങോട്ടേക്ക് പോകുന്ന കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ലളിത കയറി ഇടഞ്ഞു. ലളിത പറഞ്ഞു വേണ്ട, അങ്ങോട്ടൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷെങ്കില് സുനന്ദ എന്ത് ചെയ്തു? അശ്വിന്റെ പെർമിഷൻ വാങ്ങി. ഭർത്താവ് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പീലില്ലല്ലോ. ഇനിയിപ്പോൾ ഭർത്താവല്ലേ തൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, അല്ലാതെ അച്ഛനും അമ്മയൊന്നും അല്ലല്ലോ. പോരാത്തന് ലളിതയ്ക്കും തനിയനും ഒക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. അശ്വിൻ ഇനിയിപ്പം സുനന്ദയുടെ സുഭാഷിന്റെ കാര്യങ്ങളൊക്കെ അറിയുമോന്ന്. ഇതേ സമയത്താണ് അങ്ങോട്ടേക്ക് പോകണമെന്ന് സുനന്ദ പറയണേ. ഒടുവിൽ അശ്വിൻ സമ്മതിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത ടെൻഷനായി ലളിതയ്ക്ക്. ലളിത പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സുനന്ദയെ കുറെ ചീത്തയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സുനന്ദ ഒന്നും മൈൻഡ് ചെയ്തില്ല. എന്തൊക്കെ വന്നാലും താൻ സുഭാഷേണ്ണെ കാണും. ഈ യാത്ര പറയുന്ന ഒരേ ഒരു നിർബന്ധത്തിലാണ്. പിന്നീട് ലളിതയോട് പറഞ്ഞു എൻ്റെ കാര്യത്തിന് തീരുമാനം എടുക്കണ്ടേ അശ്വിനാണ്, അല്ലാതെ അമ്മയല്ലെന്ന് പറഞ്ഞു. അമ്മ കാരണം എനിക്ക് നല്ലൊരു ജീവിതം നഷ്ടപ്പെട്ടെ. എല്ലാവരും കൂടി എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോയ നിർത്ത് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എൻ്റെ ജീവിതം തീർന്നെന്ന് ഞാൻ കൂട്ടിയേക്കുക. അല്ലെങ്കിലും ഇനി അവിടെ ചെന്നാലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. കാരണം ഇതിനു മുമ്പ് ഞാൻ അവിടേക്ക് ഇന്നിപ്പോൾ സുഭാഷേണ്ണ വേണമെങ്കിൽ എൻ്റെ കഴുത്തെ താലി ചാർത്തായിരുന്നു. പക്ഷെ സുഭാഷേണ്ണ അന്ന് അങ്ങനെ ചെയ്തില്ല. ഇനി കഴുത്ത് താലി ഇട്ടുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആ കാര്യത്തിൽ അമ്മ പേടിക്കണ്ട. പോകുന്ന പോലെ തന്നെ ഞാൻ തിരിച്ചു വരുമെന്നും പറഞ്ഞാണ്ട് സുനന്ദ അങ്ങോട്ടേക്ക് പോകുന്നത്. അതേ സമയത്ത് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിധിയൊക്കെ. അപ്പോഴേക്കും അവിടുന്ന് നിധിയെ വിളിക്കുകയാണ്. നിധിയെ വിളിച്ചിട്ട് പറഞ്ഞു അതെ നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നാളെ ഇനിയിപ്പം ഒരു HR മീറ്റിംഗ് കൂടെ കാണും. അതാണ് ഫൈനൽ. അപ്പം അത് നാളെ 10 മണിക്ക് ഹാജരാവണമെന്ന് പറഞ്ഞു. അത് കിട്ടിയപ്പോൾ നിധിക്ക് സന്തോഷമായി. അപ്പം നിധിയോടൊപ്പം വേറെ ആളും കൂടെ ഉണ്ടായിരുന്നു. അവരെ സെലക്ട് ചെയ്തു. അങ്ങനെ 2 പേരെ മാത്രമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇത്ര ആൾക്കാരുടെ ഇടയിൽ നിന്നും. അങ്ങനെ സന്തോഷത്തോടുകൂടി നിധി പുറത്തേക്ക് വന്നിട്ട് സുധീഷിനെ നോക്കുകയാണ്. സുധീഷിനോട് പോയിക്കൊള്ളാനൊക്കെ പറഞ്ഞു. എന്നാലും നിധി വന്നിട്ട് അവിടെ തിരക്കുന്നുണ്ട്. സുധീഷ് സാധാരണ കാർ ഇടുന്നിടത്തല്ലിട്ടത്. സുധീഷ് കുറച്ച് മാറ്റിക്കൊണ്ടേ കാറിട്ടെ. പിന്നീട് സുധീഷ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ നിധി അവിടെ ഇങ്ങനെ വന്ന് തന്നെ നോക്കുന്നുണ്ട്. ഓഹോ, പോയിക്കൊള്ളാനൊക്കെ പറഞ്ഞിട്ട് ഇപ്പം തന്നെ അന്വേഷിക്കുന്നുണ്ട്. കൊള്ളാം. പിന്നീട് നിധി ഫോൺ ചെയ്യുവാണ് സുധീഷിനെ. അപ്പോഴേക്ക് സുധീഷ് കോൾ അറ്റൻഡ് ചെയ്തു. എന്താ നിധി? അല്ല ഇത് എവിടെയാന്ന് ചോദിച്ചു. ഞാനിവിടെ തന്നെ ഉണ്ട്, ഇപ്പം അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് കാറും എടുത്തോണ്ട് നേരെ നിധിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. നിധി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അങ്ങനെ സുധീഷ് എന്ന് ഇറങ്ങിയിട്ട് വെച്ചു എങ്ങനെയായി കാര്യങ്ങളൊക്കെ? അതൊക്കെ ഞാൻ പറയാം. എനിക്ക് ആകെപ്പാടെ ടെൻഷനായിരുന്നു പറഞ്ഞു. ടെൻഷനോ? അതേന്നേ, എൻ്റെ മുമ്പ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയ ആൾ പറഞ്ഞു ഭയങ്കര ടഫാന്ന് പറഞ്ഞു. ആ ഒരു ഭയം ഉണ്ടായിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ചാൽ ഞാൻ അങ്ങോട്ട് കയറിപ്പോയത്. വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ നാട്ടിലൊരു സ്കൂളിലല്ലേ പഠിച്ചത്. അപ്പം ഇത്രയും വലിയൊരു കമ്പനി കയറാന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കിട്ടിയോ? സംഭവം ഓക്കെ ആയെന്ന് ചോദിച്ചു. ഓക്കെ ആയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഒരു HR മീറ്റിംഗ് കൂടെ ഉണ്ട്. അതാണ് ഫൈനൽ. HR റൗണ്ടും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ആവും. പിന്നെ അതിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് സാലറിയെ കുറിച്ചൊക്കെ പറയാനും അതോടൊപ്പം തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ച് പറയാനൊക്കെ ആയിട്ടായിരിക്കും നാളത്തെ ആ റൗണ്ട് എന്ന് പറഞ്ഞു. അത് ഓക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം സുധീഷ് ഭയങ്കര സന്തോഷത്തോടെ പറഞ്ഞു കൺഗ്രാസ് എന്ന് പറഞ്ഞിട്ട് നിധിയുടെ കൈ പിടിച്ച് കൺഗ്രാസ് കൊടുക്കുകയാണ്. അതിനുശേഷം നിധിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഹഗ് ചെയ്യാൻ തുടങ്ങുവാണ്. ഒരു നിമിഷം നിധി പെട്ടെന്ന് അങ്ങോട്ട് മാറി. അപ്പോഴേക്ക് സുധീഷ് ചോദിച്ചു ഇതെന്താ നിധി, ഞാനൊന്ന് ഹഗ് ചെയ്യാൻ വന്നപ്പോൾ മാറിയെന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ ഞാൻ ഹഗ് ചെയ്യാൻ വന്ന് ഇഷ്ടപ്പെട്ടില്ലേ? എൻ്റെ പൊന്നോ, ഇന്നത്തെ കാലത്ത് ഇതൊക്കെ സർവ്വസാധാരണമാണ്. കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഇന്നത്തെ കാലത്ത് ഹഗ് ചെയ്യും ഒരു സന്തോഷം വന്നു കഴിയുമ്പോൾ. അതിനകത്ത് ഇത്ര വലിയ കഥയൊന്നുമില്ല. ഇപ്പം ഞാൻ ആരെങ്കിലും ലേഡീസിനൊക്കെ ആണെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോയി വിട്ടുണ്ടെങ്കിൽ നല്ല ഡ്രൈവിംഗ് ആണെങ്കിൽ ഇറങ്ങാൻ നേരം താങ്ക്സ് ചേട്ടാന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഹഗ് ചെയ്തിട്ട് പോകും. അതിന് വേറൊരു അർത്ഥമില്ല. അത് നമ്മൾ ഫ്രണ്ട്സൊക്കെ ഹഗ് ചെയ്യുന്ന അപ്പോൾ ഫ്രണ്ടായിട്ട് പോലും എന്നെ കൂട്ടിയിട്ടില്ലല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു അല്ല അത് പിന്നെ ഞാനും എന്നാ വേണ്ട. അപ്പോഴേക്കും നിധി പറഞ്ഞു ഹഗ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ സുധീഷ് ഒന്ന് ഹഗ് ചെയ്യണം. സുധീഷിന് ഭയങ്കര സന്തോഷം. ലോകം പിടിച്ചടക്കിയ മട്ട. ആദ്യമായിട്ടാണ് നിധി ഒന്ന് ഹഗ് ചെയ്യുന്നത്. പിന്നീട് നിധിയോട് കാറിലേക്ക് കയറാൻ പറഞ്ഞു. നിധി പോയി കാറിൽ കയറിയ സമയത്ത്
സുധീഷാണ് തുള്ളിച്ചാടുകയാണ്. ഓ എൻ്റെ ദൈവം, കുളിര് കോരി അവളെ ഒന്ന് ഹഗ് ചെയ്തപ്പോൾ അങ്ങനെയൊക്കെ സുധീഷ് മനസ്സിൽ പറയാണ്, ഓ ഇങ്ങനെയൊരു ചാൻസ് എൻ്റെ പൊന്നോ ഇങ്ങനെ ഈ അടുത്ത കാലത്തൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. പക്ഷെ ദൈവമായിട്ട് ഇങ്ങനെ ഒരു ചാൻസ് തന്നാൽ സന്തോഷം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയം സുഭാഷിൻ്റെ ഫോണിലേക്ക് ഫ്രണ്ട് വിളിക്കുകയാണ്. സുഭാഷ് ചേട്ടൻ എവിടെയാന്ന് ചോദിച്ചു. സൈറ്റിലേക്ക് വരുന്നില്ലെന്ന് ചോദിച്ചു. ആ വരണോ, എന്നാൽ ശരി ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ സുഭാഷ് എന്ത് ചെയ്തു, പോയി ഒരു പാത്രത്തിനകത്തേക്ക് കുറച്ച് ചോറും കറിയൊക്കെ എടുക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ പോയി കഴിക്കണമല്ലോ. ആ സമയത്ത് ആ കറി എടുത്തു കഴിഞ്ഞപ്പോൾ സുഭാഷിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. സുനന്ദയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയായിരുന്നത്. ഈ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഓടി വരും അവൾ അടുക്കളപ്പുറത്ത്. വന്നിട്ട് സുഭാഷ് ചേട്ടാന്ന് പറഞ്ഞ് വിളിക്കും. വിളിച്ചിട്ട് ഇത്തിരി കറി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്, ദേ എനിക്കും വേണം, എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കറി ഒന്നിനും കൊള്ളത്തില്ല, വായി വെച്ച് കൂട്ടാൻ കൊള്ളത്തില്ല, സുഭാഷേണ് എത്ര രുചിയോട് കൂടിയിട്ടാണ് കറി ഉണ്ടാക്കണേ, അതൊക്കെ പറയും. അതൊക്കെ ഓർത്ത് ഞാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നി സുഭാഷിന്. അപ്പോഴാണ് സുഭാഷ് ചേട്ടാന്നൊരു വിളി കേട്ടെ. സുഭാഷ് ഓർത്ത് എനിക്ക് തോന്നിയതായിരിക്കും. സുനന്ദയെക്കൂടെ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ പിന്നീട് വീണ്ടും കേട്ടു. നോക്കിക്കഴിഞ്ഞപ്പോൾ ആണ്ട അടുക്കളപ്പുറത്ത് സുനന്ദ നിൽക്കുന്നു. സുഭാഷിന് വിശ്വസിക്കാൻ പറ്റിയില്ല. സുനന്ദ പെട്ടെന്ന് അകത്തേക്ക് അങ്ങോട്ട് കയറി. സുഭാഷ് ചോദിച്ചു, അല്ല ഇതെന്താ സുനന്ദ, നീ തനിച്ചാണോ എന്ന് ചോദിച്ചു. അതെ. അല്ല നിന്റെ കൂടെ ആരും ഇല്ലേന്ന് ചോദിച്ചു. പോയി അടുക്കളപ്പുറത്ത് പോയി നോക്ക്, ആരുമില്ല. അല്ല നീ ഇങ്ങോട്ടേക്ക് വന്ന് നിന്റെ അമ്മ കണ്ടില്ലേ? കണ്ടു. എന്നിട്ട് തടഞ്ഞില്ലേന്ന് ചോദിച്ചു. തടഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, ഞാനേ അശ്വിൻ പറഞ്ഞിട്ടാ വന്നേന്ന് പറഞ്ഞു. അശ്വിന? അതെ, എൻ്റെ ഭർത്താവിൻ്റെ പേര് അശ്വിനെന്നാ. അശ്വിൻ എന്നോട് പോയിക്കോളാൻ പറഞ്ഞു. പോകുന്നതിന് മുമ്പ് എല്ലാവരുടെയും യാത്ര പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അശ്വിൻ പോയിക്കോളാൻ പറഞ്ഞു. അമ്മ തടഞ്ഞു, പക്ഷെ ഞാനൊന്നും വകവെച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുഭാഷ് പറഞ്ഞു, അത് വേണമായിരുന്നോ? വേണം സുഭാഷ് ചേട്ടാ, ഇനി പോയിട്ടുണ്ട് എന്നാ കാണാൻ പറ്റുക? എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഇട്ടെറിഞ്ഞിട്ട് പോകാൻ പറ്റുമോ? എൻ്റെ മനസ്സ് നിറയും സുഭാഷ് ചേട്ടനാന്ന് പറഞ്ഞു. സുഭാഷിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ഈ സമയത്ത് നികേഷ് എന്ത് ചെയ്തു, വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വരണ സമയത്താണ് സുനന്ദയും സുഭാഷും കൂടെ അവിടെ നിൽക്കുന്നുണ്ട്. ഒരു നിമിഷം നികേഷ് പുറത്തേക്ക് ഇറങ്ങി. കല്യാണം കഴിഞ്ഞിട്ട് വീണ്ടും എന്തിനാ സുനന്ദ ഇങ്ങോട്ടേക്ക് വന്നേ? ഇനിയിപ്പോൾ പ്രശ്നമാണോ? ആകെപ്പാടെ പേടിയായി. സുനന്ദ സുഭാഷും കൂടെ സംസാരിക്കുന്ന കണ്ടപ്പോൾ നികേഷ് തെറ്റിദ്ധരിച്ചു. ഇനിയിപ്പോൾ സുഭാഷ് എന്നോടൊപ്പം ജീവിക്കാൻ എങ്ങാനും വന്നാണോ? കെട്ടിയ പുരുഷനെ വേണ്ടെന്ന് വെച്ചിട്ട്. പെട്ടെന്ന് തന്നെ നികേഷ് സുധീഷിനെ വിളിക്കുകയാണ്. ഈ സമയം നിധിയും സുധീഷും കൂടെ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോഴാണ് നികേഷിൻ്റെ കോള് ചെല്ലുന്നത്. എന്താടാന്ന് സുധീഷ് ചോദിച്ചു. സുധീഷാണ് ഇത് എവിടെയാ? അത് ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക, നിധിനെ ഇൻ്റർവ്യൂവിന് കൊണ്ടുപോയിട്ട്. എങ്കിൽ പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ. എന്താ കാര്യം? എന്താ? ആ സുനന്ദ ഇവിടെ വന്നിട്ടുണ്ട്. സുനന്ദ അവളെന്തിനാ വന്നേ? എന്തിനാന്നറിയില്ല, സുഭാഷ് എന്നോട്ട് സംസാരിക്കുന്ന കണ്ടു. എടാ അതിന് അവൾ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമുണ്ടോ? കല്യാണം കഴിഞ്ഞ് അവൾക്ക് അവളുടെ വഴിയെ പോയാൽ പോരെ. അതാ എനിക്കറിയില്ലാത്തേ. അപ്പോഴേക്കും നിധി പറഞ്ഞു, ചിലപ്പോൾ വല്ല യാത്ര പറയാനും വന്നായിരിക്കും. പിന്നെ യാത്ര പറയാനായിട്ട് ശരി ശരി ഞാൻ പെട്ടെന്ന് വന്നേക്കാന്ന് പറഞ്ഞു. പിന്നീട് ഹരീഷിനെ വിളിക്കുകയാണ്. ഹരീഷേട്ടൻ വർക്ക്ഷോപ്പിലാണെന്ന് ചോദിച്ചു. അതെ. എന്നാൽ ഹരീഷേട്ട പെട്ടെന്ന് ഇങ്ങോട്ട് വാ, സുനന്ദ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞ് ഹരീഷ് ഫോൺ കട്ട് ചെയ്തു. പിന്നീട് നികേഷ് കാത്തു വയ്ക്കുവാണ് പുറത്ത്, അകത്തേക്ക് കയറാതെ. ആ സമയത്ത് സുനന്ദ സുഭാഷിനോട് പറഞ്ഞു, സുഭാഷ് ചേട്ടാ കല്യാണം കഴിക്കണം, നല്ലൊരു പെൺകുട്ടിയെ, എന്നെക്കാളും നല്ലൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുഭാഷ് പറഞ്ഞു, ശരി എനിക്കറിയാം സുഭാഷ് ചേട്ടൻ്റെ മനസ്സെന്താന്ന്. എന്ത് ചെയ്യാനാ സുഭാഷ് ചേട്ടാ, പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നമ്മൾ തമ്മിൽ ഒന്നിക്കാനായിട്ട് വിധിയില്ല. സുഭാഷ് ചേട്ടനെ പോലെ നല്ലൊരു ചെറുപ്പക്കാരനെ എൻ്റെ ജീവിതത്തിൽ ഭർത്താവായിട്ട് കിട്ടാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ അത് നടക്കത്തില്ലല്ലോ, കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതെല്ലാം കേട്ടതിന് സുഭാഷിന് ഭയങ്കര വിഷമം. പിന്നീട് സുനന്ദ പറഞ്ഞു, പോട്ടെ ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് യാത്ര പറയാൻ വന്നാന്ന് പറഞ്ഞു. പിന്നീട് അങ്ങ് തിരിഞ്ഞിട്ട് സുനന്ദ പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ സുഭാഷേട്ടൻ അത് അംഗീകരിക്കുമോ എന്ന് ചോദിച്ചു. എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ ഉണ്ടല്ലോ. എന്താ? അത് ഞാൻ അദ്ദേഹത്തെ കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നിട്ടേന്ന് ചോദിച്ചു. അശ്വിനെ കുട്ടിയോ? അതെ. സുഭാഷേട്ടനെ ഈ വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാ. എനിക്കെന്തോ അത് കേട്ട് കഴിഞ്ഞപ്പം സുഭാഷ് ചോദിച്ചു, അത് വേണോ? പുള്ളിക്കാരനെ ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു. ഞാൻ പറയാം, പുള്ളിക്കാരൻ അങ്ങനെ സമ്മതക്കുറവൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വന്നോട്ടേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ സുഭാഷ് പറഞ്ഞു, ശരി പോരെ, വൈകുന്നേരം പോരെ, ഞാനിവിടെ ഒരു വിരുന്ന് തന്നെ ഒരുക്കി വെച്ചേക്കാന്ന് പറഞ്ഞു. അങ്ങനെ സുനന്ദ സന്തോഷത്തോടുകൂടിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നതിന് മുമ്പ് തന്നെ സുഭാഷിനോട് പറയുകയും ചെയ്തു, എന്നെ കൊണ്ട് മറക്കാൻ പറ്റില്ലെന്നൊക്കെ സുഭാഷേട്ടൻ ഈ ജന്മത്തിൽ ഞാൻ മറക്കത്തില്ലെന്ന്. ഈ സമയത്ത് നികേഷ് ആകപ്പെടെ അക്ഷമനായിട്ട് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അടുക്കള പുറത്ത് വഴി സുനന്ദ അങ്ങോട്ട് പോവുകയും ചെയ്തു. അപ്പോഴേക്കുമാണ് സുധീഷൊക്കെ വരുന്നത് അങ്ങോട്ടേക്ക്. അങ്ങനെ സുധീഷ് വന്ന് ഇറങ്ങിയിട്ട് ചോദിച്ചു, എവിടെയാണെന്ന് ചോദിച്ചു. അകത്തുണ്ട്, സംസാരിക്കുന്നത് കണ്ടെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോഴത്തേന് ഹരീഷും കൂടെ അങ്ങോട്ട് വന്നു. അങ്ങനെ അവരൊക്കെ കൂടി ആലോചിക്കണം എന്താ ചെയ്യേണ്ടതെന്ന്. ഒരു പക്ഷേ സുനന്ദ എന്തിനാ വന്നതെന്ന് അറിയത്തില്ലോ. ഇനിയിപ്പം സുഭാഷേട്ടനെ മതിയെന്ന് പറഞ്ഞ് വന്നാണോ
അങ്ങനെയാണ് എന്ത് ചെയ്യുന്നൊരു ചിന്തയൊക്കെ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.